അപ്പോൾ ഈ നടന്നത് ലോക ചെറ്റത്തരമാണ്, ലോക തെമ്മാടിത്തരമാണ്. അത് കോൺഗ്രസ് ആയാലും കേരളത്തിലെ പത്രക്കാരനായാലും മാധ്യമങ്ങളായാലും ആരായാലും നടന്നത് ലോക ചെറ്റത്തരമാണ്, ശുദ്ധ തോന്നിവാസമാണ്. അല്ലെന്ന് പറയാൻ നിങ്ങൾക്കാവുമോ? ഇതൊരു സാധാരണ സംഭവമാണ്. ഇതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? കേരളത്തിൽ BJP NDA മുന്നണിയുടെ ഏറ്റവും കരുത്തയായ സ്ഥാനാർത്ഥി നമ്പർ 1 ആയി നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ പാലക്കാട്ട് അപകീർത്തിപ്പെടുത്തി പരാജയപ്പെടുത്തണം. പരാജയപ്പെടുത്തിയാൽ മാത്രം പോരാ, അപകീർത്തിപ്പെടുത്തണം. പണം കൊടുത്ത് വോട്ട് വാങ്ങുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് ശോഭാ സുരേന്ദ്രനെയും പണം വാങ്ങി വോട്ട് വിൽക്കുന്നയാളാണ് പാലക്കാട്ടുകാർ എന്ന് പാലക്കാട്ടുകാരെയും അപമാനിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഷാഫി പറമ്പിലിൻ്റെ കോൺഗ്രസും കേരളത്തിലെ മാധ്യമ ചെറ്റകളും കൂടി തയ്യാറാക്കിയ സമ്പൂർണ്ണ നാടകമാണ് ഈ അരങ്ങേറിയത്. അതാണ് വാസ്തവം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അതൊരു ബ്രേക്കിംഗ് ന്യൂസായി വിക്ഷേപിക്കുന്നതിന് മുമ്പ് ഒരു പത്രം ഓഫീസിൽ നിന്ന് ഒരു പത്രപ്രവർത്തകന്മാർ, അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിലുള്ള ആളുകൾ, റിപ്പോർട്ടർക്ക് വിവരമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം, അത് പോകട്ടെ. ചുമതലാബോധമുള്ള എഡിറ്റോറിയൽ ടീമിലുള്ള പ്രമോദ് രാമനെ പോലെയുള്ള ചില ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവർ ചെയ്യേണ്ടത് എന്താണ്? ഇവരെന്താണ് ചെയ്യേണ്ടത്? ഇവർ ശോഭാ സുരേന്ദ്രൻ്റെ ഫോൺ നമ്പർ ഇവരുടെ കയ്യിലില്ലേ? സാമാന്യ സംസ്കാരമുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രനെ ഇവർ ആ നിമിഷം മൊബൈൽ ഫോണിൽ ബന്ധപ്പെടണ്ടേ? ഇങ്ങനെ ഒരു ആരോപണം നിങ്ങൾക്കെതിരായി വന്നിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ക്ലിപ്പും ഉണ്ട്. എന്താണ് വാസ്തവം? ആരോപണം പുറത്തുവിടുന്ന അതേ സമയത്ത് തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ മറുപക്ഷവാദവും കൂടി പുറത്തുവിടാൻ ഈ മാധ്യമം ബാധ്യസ്ഥനല്ലേ? അതെന്തുകൊണ്ടുണ്ടായില്ല?